വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവേക് പോലീസ് സ്റ്റേഷനില. എന്തിന്? അത് വിവേകിനെതിരെ 10 മട കംപ്ലൈന്റ് കൊടുത്തിരിക്കാൻ. വിവേക് ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്തൊക്കെയായി പറയുന്നേ? വിവേക് നമ്മുടെ ഓഫീസിൽ നിന്ന് മോഷ്ടിക്കാനോ? ആരതി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ? പോയിരുന്നു. പക്ഷെ വിവേകിനെ കാണാൻ സമ്മതിച്ചില്ല. അതിന് എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയില്ല. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയായിരുന്നു. ഞാൻ നനിച്ച് എന്ത് ചെയ്യാനാ? ആരതി, നീ കരയല്ലേ? വിവേകിന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തായിരിക്കും. ഇനി ഒരൊറ്റ മാർഗേ ഉള്ളൂ. വീട്ടിൽ പോയി പത്മ മാഡത്തിനോട് കാര്യം പറയാൻ. കംപ്ലൈന്റ് കൊടുത്തത് അവരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് എന്തിനാ? ആരതി, കാര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ മുൻപിൽ ഇപ്പൊ വേറെ മാർഗവും ഇല്ല. കരഞ്ഞ് കാലു പിടിച്ചിട്ടായാലും പത്മ മാഡത്തിനെ കൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാം. ഞാനല്ലേ പറയുന്നേ? അവർ വിവേകിനെ ഉപദ്രവിക്കും. വലിയ വലിയ ആളുകളും കംപ്ലൈന്റ് കൊടുക്കുമ്പോ പോലീസുകാർ ഒരു കരുണയും കാണിക്കില്ല. ഇതിന്ദ്രൻ സാർ സ്ഥലത്തുമില്ല. നിന്റെ സാറിന്റെ നമ്പർ ഉണ്ടോ? ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ സാറിന് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ വേറൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല, നീ ഈ നേരത്തെ എവിടെ? എങ്ങനാ? ഞാൻ അമ്പലത്തിലേക്ക് പോയതാ. ആരും കാണാതെ ഇറങ്ങിയതാ. എന്നിട്ട് അവരാരും അന്വേഷിച്ചില്ലേ? കാണാതായപ്പോ ഞാൻ ഇറങ്ങിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടാവും. അതാണല്ലോ എളുപ്പം. സംസാരിച്ചിരിക്കാൻ സമയമില്ലായിരുതി. നമുക്കിപ്പൊ തന്നെ പോണം. വിവേകിനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. എത്ര കാലായിട്ട് വിവേക് അവിടെ വർക്ക് ചെയ്യുന്നതാ. ഇന്ന് വരെ ഒരു ചീത്തപ്പേരും വിവേകിന്റെ പേരിൽ അവിടെ ഉണ്ടായിട്ടില്ല. പത്മമ്മയോടും ഏട്ടനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ചിലപ്പോ വിവേകിനെ കരുവാക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ചെയ്തതായിരിക്കും. നീ വാ, വണ്ടി കയറി. നമുക്ക് നേരിട്ട് ചോദിക്കാം. ആരതി, വിവേക് തെറ്റ് ചെയ്യില്ലെന്ന് നമുക്ക് 100% ഉറപ്പാ. പിന്നെന്തിനാ നീ പേടിക്കുന്ന? വാ വാ. മമ്മി, കുറെ ദിവസത്തിന് ശേഷമാണല്ലോ മമ്മിയുടെ മുഖത്തൊരു ചിരി കാണുന്നത്. ചിരിക്കണോന്ന് തോന്നി. രാജുവിനോട് ചോദിച്ചപ്പോ അവൾ അമ്പലത്തിൽ പോയിരിക്കാണെന്ന് പറഞ്ഞു. ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല. മമ്മി എന്തെങ്കിലും ചെയ്തോ? അവളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനേ എനിക്കിന്ന് സമയം കിട്ടിയതേ ഇല്ല. അതല്ലാതെ തന്നെ സന്തോഷത്തിന് മാർഗങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ പറ്റിയല്ലേ ചിന്തിക്കേണ്ടത്. എനിക്ക് മനസ്സിലായില്ല. എന്ത് സന്തോഷം മമ്മി? ഞാനേ ഒരു കോളിന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അല്ലല്ലോ ഇപ്പൊ പറയാം. ഹലോ. പറയൂ വിജയ്. ആന്റി, കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നുണ്ട്. വിവേകിനെ പോലീസുകാർ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ആ വിവേകിന്റെ ഭാര്യയില്ലേ ആരതി, അവള് പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു. എന്തോ വലിയ പ്രകടനമൊക്കെ നടത്തിയെന്നാ കേട്ടത്. SI ഇറക്കി വിട്ടിട്ടുണ്ട്. മിക്കവാറും അവൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വരാനല്ലാതെ അവള് വേറെ എങ്ങോട്ട് പോവാനാ വിജയ്?